അർജുൻ, ഇന്ന് ഇരു കൂട്ടരും തമ്മിൽ ചർച്ച നടത്തി കാര്യങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോഴും നമ്മുടെ സൈനിക നീക്കം അത് അങ്ങനെ തന്നെ തുടരുകയാണ്. അതിർത്തി പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത, സുരക്ഷ വേണ്ട ഇടങ്ങളിലൊക്കെ അത് അങ്ങനെ തന്നെ തുടരുകയുമാണല്ലോ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അർജുൻ? നോക്കൂ, ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. അതായത് പാകിസ്ഥാന്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ചർച്ച ചെയ്ത് അത് നിരീക്ഷിച്ച് വ്യക്തമായിട്ട് തന്നെ ഒരു തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ ഇതിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യം അവർ തീരുമാനിക്കുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ ഇത് രണ്ടാം ഘട്ടം മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി. അതായത് ഈ DGMO തലത്തിൽ, സൈനിക തലത്തിൽ ഇതിൽ കൂടുതൽ ചർച്ചകൾ, സംഭാഷണങ്ങൾ ഉണ്ടായേക്കാം. അതിൻ്റെ രണ്ടാം ഘട്ടം മാത്രമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇതിൽ ഒരുപക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്ന് നമ്മളുടെ BSF ജവാൻ അവരുടെ കസ്റ്റഡിയിലുള്ളത് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണമെന്ന കാര്യം. രണ്ടാമത്തേത്, ഇത്തരത്തിൽ പ്രകോപനം തുടരുകയാണെങ്കിൽ വെടിനിർത്തൽ ധാരണയിൽ നിന്നും ഇന്ത്യ പിന്നോട്ട് പോകുമെന്നുള്ള കാര്യം. ഒപ്പം തന്നെ ഈ സേനാ പിന്മാറ്റം അത് ഉടൻ ഉണ്ടാകില്ല എന്നുള്ള കാര്യങ്ങളടക്കം എന്തായാലും ഇന്ത്യ പാകിസ്ഥാന്റെ DGMOയെ അറിയിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് വ്യക്തമാകുന്നത്. അതിനുശേഷം ഇന്ത്യക്ക് വ്യക്തമാക്കാനുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇന്ത്യയുടെ ആവശ്യങ്ങൾ എന്ത്, ഈ കശ്മീരിനെ സംബന്ധിച്ച് ഇന്ത്യ ഉയർത്താൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പട്ടികയിലുള്ള മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഭീകരരെ ഇന്ത്യക്ക് വിട്ടു നൽകുക, പാകിസ്ഥാൻ പിന്തുണ നൽകി അവിടെ പാലൂട്ടി വളർത്തുന്ന ഭീകരരെ മടക്കി അയക്കുക, ഇന്ത്യക്ക് വിട്ടു നൽകുക വിചാരണകൾക്ക് എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തേത് POK, പാക് അധീന കശ്മീരിൻ്റെ കാര്യത്തിൽ ഒരു നിലപാട് എടുക്കുക, അതായത് ഇന്ത്യക്ക് കശ്മീർ മടക്കി നൽകുക എന്നുള്ള കാര്യം. ഇതിൽ രണ്ടിലാണ് പ്രധാനമായിട്ടും ഈ ഇന്ത്യ കശ്മീരിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, ഈ സൈനിക തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള നാശം പാകിസ്ഥാൻ ഉണ്ടായി. അതിന് പിന്നാലെ പാകിസ്ഥാൻ നേരിട്ട് അമേരിക്കയെ ബന്ധപ്പെട്ടു. അതിനൊക്കെ ശേഷമാണ് അമേരിക്ക, പ്രത്യേകിച്ചും JD വാൻസ് നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ വിളിക്കുകയും സംസാരിക്കുകയും ചർച്ചയ്ക്ക് തയ്യാറാണ്. ചർച്ചയ്ക്ക് തയ്യാറാവണമെങ്കിൽ പാകിസ്ഥാന്റെ സൈനിക തലത്തിൽ നിന്നും നേരിട്ടുള്ള കോള് അല്ലെങ്കിൽ നേരിട്ടുള്ള സംഭാഷണങ്ങൾ ഇന്ത്യയെ തേടി എത്തണം. അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സമീപനം ഉണ്ടാകണമെന്നുള്ള കാര്യം അറിയിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ ഈ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ സംസാരിച്ച് തന്നെയായിരിക്കും മുന്നോട്ടുള്ള മറ്റ് സൈനിക നടപടികൾ എങ്ങനെ വേണം, സേനാ പിന്മാറ്റം അടക്കം എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കാൻ. പക്ഷേ ഇന്ത്യ അതിലൊരു വിട്ടുവീഴ്ച എന്തായാലും ഇപ്പോൾ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് അത് അവസാനിച്ചിട്ടില്ല, തുടരുന്നൊരു നടപടിയാണ്. ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ അടിച്ച ഒരു നടപടി അത് തുടരും. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ലിസ്റ്റിൽ 21 ഭീകര കേന്ദ്രങ്ങളുണ്ട്. അതിൽ 9 ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നതും 100ഓളം ഭീകരരെ വധിച്ചിരിക്കുന്നതും. ഇനി മുന്നോട്ടുള്ള നടപടികൾ ഏതൊക്കെ തരത്തിലായിരിക്കും എന്നുള്ളത് ഇതിനോടകം തന്നെ ചില പദ്ധതികൾ മെനഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ ഈ പൊതുജനത്തിന് യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് പ്രിസിഷൻ സ്ട്രൈക്കുകളായിരുന്നു, എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചടികളായിരുന്നു. ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഉപരോധങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്നുണ്ടായേക്കും. അതായത് ജലലഭ്യതയുമായി ബന്ധപ്പെട്ട, സിന്ധു നദീതട കരാറുമായി ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ടോ ഇന്ന്? അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചർച്ചയുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം പാകിസ്ഥാൻ ഒരുപക്ഷെ ഈ സിന്ധു നദീജല കരാർ അത് മരവിപ്പിച്ച നടപടി പിൻവലിക്കണം എന്നുള്ള കാര്യം അവർ ആവശ്യപ്പെടുമായിരിക്കും. പക്ഷേ നമ്മളുടെ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് കേന്ദ്ര സർക്കാർ തലത്തിലും സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പാകിസ്ഥാൻ എത്ര കാലം ഈ ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നുവോ, അവരെ പിന്തുണയ്ക്കുന്നുവോ, അത്രയും കാലം എന്തായാലും ഇന്ത്യ ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി അതെന്തായാലും പിൻവലിക്കില്ല. അതുമായി മുന്നോട്ട് തന്നെ പോകും. ഇപ്പോൾ ഇന്ന് രാവിലെ വരുന്ന വാർത്തയനുസരിച്ച് സലാൽ ഡാം, അതായത് റിയാസിയിലൂടെയുള്ള ചെനാബ് നദിയുടെ ഒഴുക്ക് അത് വീണ്ടും കുറച്ചിട്ടുണ്ട്. ഒരു ഗേറ്റ് മാത്രമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഇത് ഈ സംഘർഷം മൂർച്ഛിക്കുന്ന സമയത്ത് ഗേറ്റുകൾ കൂടുതൽ തുറക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രളയ സമാന സാഹചര്യം പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിൽ ഉണ്ടാകുന്നു. അതല്ലാത്ത സമയത്ത് മറ്റു നടപടികൾ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു ജലയുദ്ധം എന്തായാലും ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇപ്പോഴും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നദീജല കരാറിന്റെ കാര്യത്തിൽ ഇപ്പോഴൊരു വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറല്ല. ആ മരവിപ്പിച്ച നടപടി പാകിസ്ഥാൻ ഈ ഭീകരവാദത്തിൽ മറ്റൊരു നിലപാടെടുക്കുന്നത് വരെ, അതായത് ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ ഒരു നിലപാടെടുക്കുന്നത് വരെ അത് തുടരും. അതിനോടൊപ്പം തന്നെ മറ്റ് നയതന്ത്ര തലത്തിലെടുത്ത എല്ലാ നടപടികളും ഇന്ത്യ തുടരും. ഇതിപ്പോഴും ഈ സൈനിക തലത്തിൽ നടക്കാൻ പോകുന്ന ചർച്ച അത് സൈനിക തലത്തിലുണ്ടാകുന്ന സേനാ പിന്മാറ്റം, ഈ അതിർത്തിയിലെ സാഹചര്യം വിലയിരുത്തൽ തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമാണ്.
ഇന്ത്യ പ്രത്യേകിച്ചും വിദേശകാര്യ മന്ത്രാലയം എടുത്ത തീരുമാനങ്ങൾ, നയതന്ത്ര തലത്തിലെടുത്ത നടപടികൾക്കൊന്നും തന്നെ ഇന്നത്തെ ഈ DGMO തലത്തിലുള്ള ചർച്ചകൾക്കും സംഭാഷണങ്ങൾക്കും ഒരു സ്ഥാനവുമില്ല എന്നുള്ള കാര്യം നമ്മുടെ സൈനിക വക്താക്കൾ അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ അതിർത്തിയിലെ നീക്കങ്ങൾ, നടപടികൾ, ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ഇപ്പോഴത്തെ സുരക്ഷാ സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഈ DGMO തലത്തിൽ സംഭാഷണത്തിൽ ചർച്ചയാകാൻ പോകുന്നത്. ശരി അർജുൻ.